ഹലോ ഫ്രണ്ട്സ്, FSO ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഡാഷ് ആർ പ്രസൻറ്റ് ഇൻ ഒനിയൻസ്. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പദാർത്ഥമാണ് ഒനിയനിൽ ഉള്ളത്? ആൻസർ എ, സെല്ലുലോസ്. The stalks and the skin of garlic and onion were composed of cellulose. അതായത് നമ്മുടെ ഉള്ളിയുടെ സ്റ്റോക്സിലും അതിൻ്റെ ആ ഒരു നമ്മൾ പൊളിച്ച് കളയുന്ന ആ പാളികളിലൊക്കെ ഇല്ലേ, അതിലൊക്കെ സെല്ലുലോസ് എന്ന കമ്പോണൻറ്റ് പ്രസൻ്റ് ആണ്. അത് 41 to 50% ആണ്. ഹെമിസെല്ലുലോസ് 16 to 26%, ലിഗ്നിൻ 26 to 39% ഉള്ളത്. അപ്പോൾ പ്രിഡോമിനൻറ്റ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. സോ ദ ആൻസർ ഈസ് സെല്ലുലോസ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. ഗാലക്ടൻസ്. പോളിസാക്കറൈഡ്സ് ഫൗണ്ട് ഇൻ സീഡ്സ്, ആൽഗെ ആൻഡ് സർട്ടൺ ബഡ്സ്. ചില സീഡുകളിലും അതേപോലെ തന്നെ ചില പായലുകളിലും ബഡ്സിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഗാലക്ടൻസ്. ബെസ്റ്റ് നോൺ ഗാലക്ടൻസ് ആർ ഐസൊലേറ്റഡ് ഫ്രം ആൽഗെ, അഗർ. ലാർച്ചിൽ നിന്നും കിട്ടുന്നതുണ്ട്, ആൽഫ സീഡ്സിൽ നിന്നും, യെല്ലോ ലൂപ്പിൻ സീഡ്സിൽ നിന്നും ഒക്കെ കിട്ടുന്നത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഗാലക്സൻസ് ആണ്. ഇനി ഓപ്ഷൻ സി എന്താണെന്ന് നോക്കാം. പെക്റ്റിൻ. സ്ട്രക്ചറൽ ഫൈബർ ഫൗണ്ട് ഇൻ പ്രൈമറി സെൽ വോൾ ആൻഡ് ഇൻട്രാസെല്ലുലാർ ലെയർ ഓഫ് പ്ലാന്റ് സെൽസ്, മെയിൻലി ഇൻ ഫ്രൂട്ട്സ് സച്ച് ആസ് ആപ്പിൾസ്, ഓറഞ്ചസ് ആൻഡ് ലെമൺസ്. അതായത് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നത് പെക്റ്റിനാണ്. സിട്രസ് ഫ്രൂട്ട്സിൽ അതിൻ്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പീൽ ഓഫ് ആർ ദ place where largely this pectin content seen. 0.5% to 3.5% ആണ് കാണുന്നത്. ഓപ്ഷൻ ഡി, ഫ്രക്ടൻസ്. നാച്ചുറലി ഓക്കറിങ് ഒലിഗോസാക്കറൈഡ്സ് ആണ്, ഫൗണ്ട് ഇൻ ബനാന, സ്വീറ്റ് എക്സെട്ര. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. The change in texture, color and physical state which occurs when starch is heated in water is known as. അതായത് സ്റ്റാർച്ച് വെള്ളത്തിൽ കിടന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിനും അതിൻ്റെ നിറത്തിനും ഫിസിക്കൽ സ്റ്റേറ്റിനും ഒക്കെ മാറ്റം വരുന്ന ആ പ്രൊസീജിയറിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഗാലക്ടനൈസേഷൻ. എന്താണ് ഗാലക്ടനൈസേഷൻ? സ്റ്റാർച്ച് ഗാലക്ടനൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ദ ഇന്റർമോളിക്കുലാർ ബോൺസ് ഓഫ് സ്റ്റാർച്ച് മോളിക്യൂൾസ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് ഹീറ്റ്. ഗാലക്ടനൈസേഷൻ വേറെ ഒന്നുമില്ല, നമ്മൾ അരി ചൂടായി ചോറാവുന്നത് മനസ്സിലാക്കിയാൽ മതി. അതിനെയാണ് ഗാലക്ടനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻ എ എന്താണ്? ഫ്ലാവനോയിഡ്സ്. ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് ദർ ആർ എസെൻഷ്യൽ പിഗ്മെൻറ്റ്സ് ഫോർ പ്രൊഡ്യൂസിങ് ദ കളർ നീഡഡ് ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഇൻസെക്ട്സ്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പോളിനേഷൻ നടക്കുമ്പോൾ ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടികളിൽ തന്നെ ഉള്ള ഒരു പദാർത്ഥമാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. ബി എന്താണ് ഓപ്ഷൻ? കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ നമുക്കറിയാം, പ്രോസസ് ഓഫ് എ ലിക്വിഡ് എസ്പെഷ്യലി ബ്ലഡ് ചേഞ്ചിങ് ടു എ സോളിഡ് ഓർ സെമി സോളിഡ് സ്റ്റേറ്റ്. നമ്മുടെ ബ്ലഡൊക്കെ ബ്ലഡൊക്കെ കട്ട പിടിക്കുന്നതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? കെരാറ്റിനൈസേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ബൈ വിച്ച് എപ്പിത്തീലിയൽ സെൽസ് ബിക്കം ഫിൽഡ് വിത്ത് കെരാറ്റിൻ പ്രോട്ടീൻ, ഫിലമെന്റ്സ്, ഡൈ and form tough resistant structures such as skin, nails and feathers. നമ്മുടെ തൊലിക്കൊക്കെ പുറമേ നല്ല കട്ടിയാണല്ലോ, തൊലിക്കും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിനും ഒക്കെ ആ കട്ടി നൽകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കെരാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹീറ്റ് ക്രാംസ് ആർ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. അപ്പോൾ ആദ്യമേ എന്താണ് ഹീറ്റ് ക്രാംസ് എന്ന് അറിയണം. Muscle spasms that result from the loss of large amount of salt and water through exercise. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വിയർപ്പ് രൂപേണ നമ്മുടെ കുറേ ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും നഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു ക്രാംസ്, മസിലിനൊക്കെ ഒരു പിടുത്തം ഉണ്ടാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നത്. This can cause by inadequate consumption of fluids and electrolytes. അതായത് നമുക്ക് വേണ്ടുന്നത്ര ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിലെങ്കിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും?
ഇതിൻ്റെ എന്തിൻ്റെ കുറവായിരിക്കും? ഓപ്ഷൻ എ NaCl, സോഡിയം ക്ലോറൈഡിൻ്റെ കുറവ് മൂലമാണ്. പിന്നെ ഇതിന് ചെയ്യേണ്ടത് റെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് ക്ലിയർ ജ്യൂസസ് കുടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് സ്പോർട്സ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ കുടിക്കുക, അല്ലെങ്കിൽ പതുക്കെ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് സ്വതവേ മാറുന്ന ഒരു കേസാണ്. ഓക്കെ, അടുത്ത ചോദ്യം. The adult human body synthesizes daily amount of dash cholesterol, dash mg cholesterol. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻ അഡൽട്ട് ഹ്യൂമൻ ബോഡി സിന്തസൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ ചോദിക്കാം. ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നോർമൽ കൊളസ്ട്രോൾ ലെവലും വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, 1000 mg. ഇതിൽ നമുക്ക് ബുക്ക്ലെറ്റിൽ തന്നിരിക്കുന്നത് ബി ആണ് ഓപ്ഷൻ, പക്ഷേ അതല്ല. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബോഡി സിന്തസൈസ് ചെയ്യുന്നത് 1000 mg ആണ്. അതുപോലെ നോർമൽ കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 200 mg ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാൽസ് അഡൾട്രേറ്റ് വിത്ത് കേസരി ദാൽ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ. നമ്മുടെ സാധാ പൊട്ടുകടല കേസരി ദാലുമായിട്ട് വെച്ചിട്ട് കേസരി ദാൽ വെച്ച് അഡൾട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, HCl ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ആഡ് 5 ml ഓഫ് നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ദാൽ ഇൻ എ ഗ്ലാസ്. കീപ് ദ ഗ്ലാസ് ഇൻ എ സിമ്മറിംഗ് വാട്ടർ ഫോർ 15 minutes. ഡെവലപ്പ് ഓഫ് പിങ്ക് കളർ ഇൻഡിക്കേറ്റ്സ് പ്രസൻസ് ഓഫ് കേസരി ദാൽ. അതായത് നമ്മളൊരു ചെറിയ ഒരു ഇതിലേക്ക് കുറച്ച് ദാലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു 5 ml നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ വാട്ടറിൽ സിമ്മർ ചെയ്യുക 15 മിനിറ്റത്തേക്ക്. അതിന് ശേഷം നോക്കുമ്പോൾ പിങ്ക് കളർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തുണ്ടെന്നാണ്? കേസരി ദാലിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കേസരി ദാൽ പിന്നീട് എന്താ പറയുക, ക്യാൻസറസ് ആണെന്ന് കുറേ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ അഡൾട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് HCl ടെസ്റ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഫുഡ് കണ്ടാമിനേഷൻ മീൻസ്. ആൻസർ ഓപ്ഷൻ ബി, സബ്സ്റ്റൻസസ് not intentionally added to food but are present due to processing or treatment or packaging etc. മനഃപൂർവ്വം അല്ലാതെ ആഡ് ചെയ്തതല്ല, പക്ഷേ ഫുഡ് പ്രസൻറ്റ് ഡ്യൂ ടു പ്രോസസ്സിങ് ഓർ ട്രീറ്റ്മെൻറ്റ് ഓർ പാക്കേജിങ്, നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രസൻ്റ് ആവുന്ന ചില ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഇതിനെയാണ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് 57. വൈറ്റമിൻ ഡാഷ് ഈസ് നെസസറി ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കൊയാഗുലേഷൻ എന്ന്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് അപ്പിയർ ടു വൈറ്റമിൻ K1 ആൻഡ് K2. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ 2 ഘടകങ്ങളാണ് അതിലുള്ളത്, വൈറ്റമിൻ K1ഉം വൈറ്റമിൻ K2ഉം. വൈറ്റമിൻ K1 ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, നമ്മുടെ സ്പിനാച്ച്, സോയാബീൻസ്, ചീരയിൽ നിന്നും സോയാബീനിൽ നിന്നും ഒക്കെയാണ് ലഭിക്കുന്നത്. K2 മീറ്റ്സ്, ചീസ്, എഗ്സ് അല്ലെങ്കിൽ സിന്തസൈസ്ഡ് ബൈ നോർമൽ ബാക്ടീരിയാസ് ഒക്കെയാണ്. നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ഒക്കെ തന്നെ അത് സിന്തസൈസ് ചെയ്യും. പിന്നെ വൈറ്റമിൻ കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനുണ്ട്. നമുക്ക് ബാക്കി ഈ വൈറ്റമിൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം എന്തായാലും ഏതെങ്കിലും ഒരു വൈറ്റമിൻസിനെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതിൽ ഓപ്ഷൻ എ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ദാറ്റ് സപ്പോർട്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം, ഹെൽപ്സ് ടു ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് B12, കൊബാലമീൻ, വാട്ടർ സോലുബിൾ ആണ്. മെറ്റബോളിസം ഓഫ് എവരി സെൽസ്, എല്ലാ സെൽസിൻ്റെയും മെറ്റബോളിസത്തിന് സഹായിക്കുന്നത് B12 ആണ്. കോഫാക്ടർ ഓഫ് DNA സിന്തസിസ് ആൻഡ് ബോത്ത് ഫാറ്റി ആസിഡ് ആൻഡ് അമിനോ ആസിഡ് മെറ്റബോളിസം. അമിനോ ആസിഡ് മെറ്റബോളിസത്തിലും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് മെറ്റബോളിസത്തിലും ഒക്കെ ഒരുപാട് സഹായിക്കുന്നത് B12 ആണ്. ഇനി ഓപ്ഷൻ സി B6, ഇറ്റ്സ് ആക്റ്റീവ് ഫോം പിരിഡോക്സിൻ ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. ബെനിഫിറ്റ്സ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് കാണപ്പെടുന്നത് ഹോൾ ഗ്രെയിൻ സീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ട് മീലിലും ബ്രൗൺ റൈസിലും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം.
The level of aflatoxin in staple food stuff has been found to be positively correlated to incidence of. അതായത് ഈ അഫ്ലോടോക്സിൻ ഏതെങ്കിലും ഒരു സ്റ്റേപ്പിൾ ഫുഡിനകത്ത് ഈ അഫ്ലോടോക്സിൻ്റെ കണ്ടൻറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ അഫ്ലോടോക്സിൻ കൂടുതലാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് എന്തിനുള്ള ഇൻസിഡൻസ് കൂട്ടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ലിവർ ക്യാൻസർ. അഫ്ലോടോക്സിൻ എന്ന് പറയുന്നത് ആർ പോയിസണസ്, കാർസിനോജീനസ് ആൻഡ് മ്യൂട്ടജൻസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സർട്ടൺ മോൾസ് വിച്ച് ഗ്രോ ഇൻ സോയിൽ, ഡീക്കേയിങ് വെജിറ്റേഷൻസ്, ഹേ ആൻഡ് ഗ്രെയിൻസ്. അഫ്ലോടോക്സിൻ എന്ന് പറയുന്ന ക്യാൻസർ കോസ് ചെയ്യുന്ന കുറച്ച് മ്യൂട്ടേഷനൊക്കെ സംഭവിപ്പിക്കാൻ കഴിവുള്ള കുറച്ച് സബ്സ്റ്റൻസിനെയാണ് പറയുന്നത്. അത് സാധാരണയായിട്ട് നമ്മുടെ മണ്ണിൽ ഡീക്കേ ചെയ്യുന്ന വെജിറ്റേഷനിലും അതുപോലെ തന്നെ ഹേ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ വൈക്കോല് ഡീക്കേ ചെയ്യുമ്പോഴും ഗ്രെയിൻസ് ഡീക്കേ ചെയ്യുമ്പോഴും ഒക്കെ കാണുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് അത് ക്രമാതീതമായി പോകുമ്പോഴാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. അടുത്തത്, the energy value of food can be expressed in terms of. എനർജിയുടെ എപ്പോഴും യൂണിറ്റ് മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഈ FSO വേറെ ഇതിനൊക്കെയുള്ള ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കിലോ ജൂൾസ് ആണ്. ഓപ്ഷൻ എ, കിലോ കലോറി എന്താണെന്ന് വെച്ചാൽ മീൻസ് ദ എനർജി ഇറ്റ് ടേക്സ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് വാട്ടർ ബൈ 1 degree Celsius. അതായത് നമ്മളിപ്പോൾ 1 കിലോ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക, 1 degree Celsius ചൂടാക്കാനായി വെക്കുകയാണെങ്കിൽ എത്ര എനർജിയാണ് അത് ചൂടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പം ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് എന്ന ആ എനർജി എത്ര എനർജിയാണോ കൊടുക്കേണ്ടി വരുന്നത് അതിനെയാണ് 1 കിലോ കലോറി എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ ബിയിൽ mg എന്ന് പറയുന്നത് ജൂളാണ്. ജൂൾ നമുക്കറിയാം യൂണിറ്റ് ഓഫ് എനർജിയാണ് ജൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത്, food may contain naturally occurring toxic agents or toxic substance formed in cooking that are more harmful than the small amounts of pesticides that lingering to the food weeds. Can you identify the food that contain nitrosamines formed by the reaction of nitrates and nitrites with amino acid? ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറയും ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ഭയങ്കര ടോക്സിക്കായിട്ട് മാറുന്നതെന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടിട്ടും ഒക്കെ ഒരുപാട് ഡിസീസ് കോസിങ് ആയിട്ട് അത് മാറാറുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ ഈ നൈട്രേറ്റ്സുമായിട്ട് ഇത് ചെയ്യുമ്പോൾ ട്രീറ്റ് ആകുമ്പോഴത്തേക്കിനും ഫോം ചെയ്യുന്ന നൈട്രോസാമൈൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം വരുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഫുഡിനാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൽ ആൻസർ ഓപ്ഷൻ എ, കുക്ക്ഡ് പ്രിസർവ്ഡ് മീറ്റ്സ് ആണ്. അതായത് നമ്മൾ പാകം ചെയ്തതിന് ശേഷം പ്രിസർവ് ചെയ്തിരിക്കുന്ന ഇറച്ചികളിലൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. അച്ചാറെന്നൊക്കെ നമുക്ക് ഓർക്കാം കേട്ടോ. ഈ മീറ്റിൻ്റെയൊക്കെ അച്ചാറിട്ട് വയ്ക്കുന്നതിനകത്തുനിന്ന് ഓർത്ത് വയ്ക്കാം. ഇതേപോലെ തന്നെയാണ് പാകത്തിൽ വരുമ്പോൾ നമ്മുടെ ഹണി, അതായത് തേൻ ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. അത് അങ്ങനെ പാകം ചെയ്യുവാണെങ്കിൽ അതിൽ ഓവർ ചൂടാവുകയാണെങ്കിൽ അത് പോയ്സണസ് ഇഫക്റ്റാണ്. ഇനി അടുത്ത ചോദ്യം, കോൾഡ് പ്ലാസ്മ ഈസ് എ ഓപ്ഷൻ സി, ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് നമുക്കറിയാമല്ലോ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പിന്നെ നാലാമത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട് പ്ലാസ്മ എന്നാണല്ലോ പറയപ്പെടുന്നതല്ല, അങ്ങനെയാണ്. അപ്പോൾ അതിൽ പ്ലാസ്മ എന്ന് ഉദ്ദേശിക്കുന്ന പ്ലാസ്മ ഈസ് ആൻ എക്സോട്ടിക് സ്റ്റേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ മിക്സ്ചർ ഓഫ് ഇലക്ട്രോൺസ്, ചാർജ്ഡ് ആറ്റംസ് ആൻഡ് ന്യൂട്രൽ ആറ്റംസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സോളിഡായിട്ട് ഒരു സാധനം, ലിക്വിഡായിട്ട് ഒരു സാധനം നമ്മൾ ചൂടാക്കുമ്പോൾ അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയി, ഗേഷ്യസ് സ്റ്റേറ്റിൽ വീണ്ടും പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലാസ്മയിലേക്ക് പോയി, അങ്ങനെയാണ്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദ്യം. അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അടുത്ത ചോദ്യം, ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ മീൻസ്. അപ്പം അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ഇൻ വിച്ച് ഹീറ്റിംഗ് ഈസ് ഡൺ അറ്റ് ഇൻ്റർവെൽസ്
so that spores can develop into vegetative bacteria and be destroyed അതായത് ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒരു 5 മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്തെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് വീണ്ടും റെസ്റ്റ് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന ബാക്ടീരിയ ചിലപ്പോൾ സ്പോർസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്ത് ബാക്ടീരിയ ആയിട്ട് മാറാനുള്ള സമയമാണ് അവിടെ കൊടുക്കുന്നത്. ബാക്ടീരിയ ആയിട്ട് അത് മാറുമ്പം ആ ഫോമിൽ ബാക്ടീരിയ എന്ന ഫോമിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷന്. ഇതിനെ ഇൻ്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ എന്നും ഒരു പേരുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഏതാണ് അതിനോട് ഉത്തരം വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ടിൻഡലൈസേഷൻ. എന്താണ് ടിൻഡലൈസേഷൻ എന്ന് വെച്ചാൽ ഇതൊരു 19th century മുതലേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഇതാണ് ടിൻഡലൈസേഷൻ. നെയിംഡ് ആഫ്റ്റർ ഇറ്റ്സ് ഇൻവെൻറ്റർ സയൻറ്റിസ്റ്റ് ജോൺ ടിൻഡൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കിൽ ഹീറ്റ് റെസിസ്റ്റൻറ്റ് എൻഡോസ്പോർസ്. ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ജോൺ ടിൻഡൽ എന്ന ആളാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ടിൻഡലൈസേഷൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻഡോസ്പോർസിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നതും. ഈ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴും ഈ എൻഡോസ്പോർസിനെ തന്നെയാണ് കില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചത്. ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലറായിട്ട് ഈ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എക്സാമ്പിളായിട്ടുള്ളത് ഗാമ സ്റ്റെറിലൈസേഷനാണ്. അതിൽ കൊബാൾട്ട് 60 ആണ് യൂസ് ചെയ്യുന്നത്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ ഏതാണ് റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. കൊബാൾട്ട് 60 ആണ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു റിലീസ് ഹൈ എനർജി ഗാമ റേസ്. ഈ കൊബാൾട്ട് 60 ഡീകമ്പോസിഷന് വിധേയമായിട്ട് അത് ഹൈ എനർജി ഗാമ റേസിനെ റിലീസ് ചെയ്യുകയും അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഹൈലി പെനിട്രേറ്റിംഗുമാണ്. അതെന്തിനെ കില്ല് ചെയ്യും? ഈ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഓപ്ഷൻ ബി എന്താണ്? ഇൻസിനറേഷൻ. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി വേസ്റ്റ് മെറ്റീരിയൽ ബൈ ബേണിങ്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കത്തിക്കാനിടുന്ന ആ ഒരു ഉപകരണത്തിനെയാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്രാക്ഷൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് പെർമിയബിൾ മെംബ്രെയിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സെമി പെർമിയബിൾ അല്ലെങ്കിൽ പെർമിയബിൾ മെംബ്രെയിൻ ആണെങ്കിൽ എവിടെയാണോ കൂടുതലുള്ള ആ ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തിലേക്ക് ആ മെംബ്രെയിൻ വഴി കടക്കുന്നു. അപ്പം ഇവിടെ എന്തായാലും ആൻസർ എന്ന് പറയുന്നത് ടിൻഡലൈസേഷനാണ്. ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ മീൻസ് ടിൻഡലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് കേട്ടിട്ട് ഒരുപാട് സമയമെടുത്ത് നമ്മൾ പഠിച്ചില്ലെങ്കിലും വെറുതെ നമ്മളിപ്പോൾ എന്തിനൊക്കെ സമയം കളയുന്നുണ്ട്. ഇപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് വെറുതെ അതിലേക്ക് മാത്രം നിൽക്കാതെ ഇത് ദൂരെ വെച്ചിട്ട് കേൾക്കുകയോ അങ്ങനെ ഉപകാരപ്പെടുത്തി എന്തായാലും നമുക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്ര നേരം കേട്ടതിന് താങ്ക് യു.